JEE എക്സാം എഴുതുന്ന കുട്ടികളുടെ മനസ്സിലെല്ലാം ഉള്ള ഒരു നമ്പറാണ് 99% എന്നുള്ളത്. JEE ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി ഒരു മാജിക് നമ്പറാണത്. എല്ലാവരും എത്താൻ ആഗ്രഹിക്കുന്ന, എന്നാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം എത്താൻ കഴിയുന്ന ഒരു റിസൾട്ടാണ് 99% എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, എന്താണ് ഈ 99% എന്നുള്ള ഒരു നമ്പറിൻ്റെ ഒരു ഇമ്പോർട്ടൻസും, അതുപോലെ തന്നെ എങ്ങനെ ആ ഒരു പൊസിഷനിലേക്ക് എത്താം, ആ ഒരു റാങ്കിലേക്ക് എത്താം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ 99% എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, JEE ആസ്പയർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ അറിയാം. എക്സാമിൽ 99% മാർക്ക് കിട്ടി എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ മീനിങ് എന്താണ്? ടോട്ടൽ എക്സാം എഴുതിയ കുട്ടികളിൽ 99% ആളുകളെക്കാൾ മുകളിലാണ് നിങ്ങളുടെ പൊസിഷൻ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം പാരൻസിനടക്കം അറിയാത്തൊരു ഫാക്റ്റാണിത്. നമുക്ക് ഫോർ എക്സാമ്പിൾ 1000 കുട്ടികൾ എഴുതുന്ന ഒരു എക്സാം ആണെന്നുണ്ടെങ്കിൽ അതിൽ 99% ഒരു കുട്ടിക്ക് കിട്ടിയാൽ ആ കുട്ടിയുടെ റാങ്ക് ടോപ്പ് 10 ആയിരിക്കും, 10th റാങ്ക് ആയിരിക്കും. 1000 കുട്ടികളിലെ ഏറ്റവും മുകളിലാണ്, ഏറ്റവും 1%, ഏറ്റവും ടോപ്പ് 1%ലാണ് ആ കുട്ടി ഉള്ളത് എന്ന് വെച്ചാൽ റാങ്ക് 10 ആയിരിക്കും. എന്നാൽ 10,000 കുട്ടികൾ എഴുതുന്നൊരു എക്സാം ആണെന്നുണ്ടെങ്കിൽ, 1000ന് പകരം 10,000 കുട്ടികൾ എഴുതുന്നൊരു എക്സാം ആണെന്നുണ്ടെങ്കിൽ 99% എന്ന് പറയുന്ന റിസൾട്ട് അതിലും ഉണ്ടാകും. അത് എത്ര റാങ്കാണ് ആക്ച്വലി? അത് വെറും 100 ടോപ്പ് 100 ആണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം 99% എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് റിസൾട്ട് അല്ല, ഒരു അബ്സല്യൂട്ട് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ട് അല്ല. അത് 1000 കുട്ടികൾ എഴുതുകയാണെങ്കിൽ അത് 10th റാങ്ക് ആണ്, 10,000 കുട്ടികൾ എഴുതുന്ന എക്സാം ആണെന്നുണ്ടെങ്കിൽ അത് 100th റാങ്ക് ആണ്. ഇനി JEE പോലെ 10 ലക്ഷം കുട്ടികൾ എഴുതുന്ന എക്സാം ആണെന്നുണ്ടെങ്കിൽ അത് 10,000 ആണ് റാങ്ക് ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ പല കുട്ടികളും എനിക്ക് ഇവിടെ സീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ കാലിക്കറ്റ് NIT കിട്ടാൻ എത്ര പെർസെൻറ്റേജ് വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്തല്ല, അബ്സല്യൂട്ട് ആയിട്ട് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വാല്യൂ അല്ല, അത് ടോട്ടൽ നമ്പർ ഓഫ് കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി JEEയുടെ ആക്ച്വൽ നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം 14 ലക്ഷം യൂണീക്ക് കാൻഡിഡേറ്റ്സ് ആണ് എക്സാം എഴുതിയത്. കഴിഞ്ഞ വർഷങ്ങളിലാണെങ്കിൽ അത് 12 ആയിരുന്നു, 11 ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2 വർഷം മുന്നേ 99% കിട്ടിയ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള കോളേജും അല്ലെങ്കിൽ ബ്രാഞ്ച് ഈ വർഷം 99% കിട്ടിയ കുട്ടിക്ക് കിട്ടിയില്ല, ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. കാരണം 2 വർഷം മുന്നേ 11 ലക്ഷം കുട്ടികളാണ് എക്സാം എഴുതിയത്. അതുകൊണ്ട് തന്നെ 99% റാങ്ക് എത്രയായിരുന്നു? അത് 11,000 അടുത്തായിരുന്നു. ഈ വർഷം 14 ലക്ഷത്തിൽ കൂടുതൽ കുട്ടികൾ എക്സാം എഴുതി. അതുകൊണ്ട് തന്നെ 99% എന്ന് പറയുന്ന കുട്ടിയുടെ റാങ്ക് 15,000 അബോവ് 16,000 ഒക്കെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ 99% എന്ന് പറയുന്ന ആ ഒരു മാജിക് നമ്പറിനെ നമ്മൾ ചേസ് ചെയ്ത് പോകുന്ന സമയത്ത് അത് ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള റിസൾട്ട് അല്ല എന്ന് മനസ്സിലാക്കുകയും, നിങ്ങളുടെ റാങ്ക്, നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ആയിരിക്കും. ആ ഒരു റാങ്കിന് തന്നെയാണ് ഫൈനലി അഡ്മിഷൻ വരുന്ന സമയത്ത് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് എങ്ങനെ ഒരാൾക്ക് 99%ലേക്ക് എത്താം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ 99% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം കുട്ടികൾ എഴുതുന്ന എക്സാമിൽ നിങ്ങൾ ടോപ്പ് 1000-ലായിരിക്കണം, അല്ലെങ്കിൽ 10 ലാക്ക് എഴുതുന്ന എക്സാമിൽ നിങ്ങൾ ടോപ്പ് 10,000. ഇന്ത്യയിലെ JEE എഴുതുന്ന ടോപ്പ് 10,000-ൽ നിങ്ങൾ എത്തണം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതൊരിക്കലും എന്തല്ല, ഈസി ടാസ്ക് അല്ല, വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ചാലഞ്ച് തന്നെയാണ്. ഈ ലക്ഷക്കണക്കിന് കുട്ടികളിൽ ഒരു 10,000 കണക്കിന് കുട്ടികൾ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് 2-3 വർഷം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്. എന്നാൽ ഒരു മെജോറിറ്റി ഓഫ് കുട്ടികളും ഇതൊന്നും അറിയാതെ, അത്ര സീരിയസ് അല്ലാതെ വെറുതെ ഒരു എക്സാം എഴുതാമെന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് വരുന്ന ആളുകളും ഉണ്ട്. ഇതിൽ നിന്നും ആരൊക്കെയാണ് ഈ ടോപ്പ് 1%-ൽ എത്താൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നേരത്തെ തന്നെ 10th കഴിഞ്ഞ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, 9th മുതലേ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ കുട്ടികളാണ് ആക്ച്വലി എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ടോപ്പ് പൊസിഷനിലേക്ക് എത്താൻ പോകുന്നത്. ഈ കുട്ടികൾ മാത്രമല്ല, എന്നാൽ കുറേ ആളുകൾ ഇപ്പം ആലോചിക്കുന്നുണ്ടാവും, ഇനി ഒരു 5 മാസമാണ് ബാക്കിയുള്ളത്, ഈ 5 മാസം കൊണ്ട് എങ്ങനെ പഠിക്കാം, എന്ത് പഠിക്കാം എന്ന് ആലോചിക്കുന്നവരുണ്ടാവും. +1-ൽ ഒരുപാട് ബാക്ക്ലോഗ് ഉള്ളവരുണ്ടാകും, +2-ൽ ഇതുവരെ മര്യാദയ്ക്ക് പഠിച്ചു തുടങ്ങാത്തവരുണ്ടാകും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് കൺഫ്യൂഷൻസിൽ ഒരുപാട് ഡൗട്ടുകൾ അടിച്ചു നിൽക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 99%-ലേക്ക് എത്തുക എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിൾ ആണ്. പക്ഷെ അതിന് വേണ്ടി നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട്, നിങ്ങൾ ചെയ്യേണ്ട വർക്ക് അത്രയും കൂടുതലാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ JEE ലെവലിലുള്ള പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ എക്സാം പ്രാക്ടീസോ ക്വസ്റ്റ്യൻ പ്രാക്ടീസോ ഒന്നും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനി 99%-ലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് ഒരു ഹെർക്യൂലിയൻ ടാസ്ക് തന്നെ ആയിരിക്കും, ഒരു സംശയമില്ല. അപ്പോൾ ഇനിയുള്ള ടൈം നിങ്ങൾ എങ്ങനെ സ്യൂട്ടബിൾ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതിനാണ് ക്വസ്റ്റ്യൻ. പലരും ജനുവരി സെഷനിൽ തന്നെ എന്ത് ചെയ്യും, ഈ പറയുന്ന 99-ഓ 98-ഓ 97%-ലേക്കോ എത്തിക്കഴിഞ്ഞാൽ തന്നെ അതൊരു സെക്യൂരിറ്റിയാണ്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു NIT-യിലെ ഒരു കോളേജിൽ നല്ലൊരു സീറ്റ് കിട്ടും എന്നുള്ളൊരു സെക്യൂരിറ്റിയാണിത്. ആ ഒരു ധൈര്യം വെച്ചിട്ട്, കോൺഫിഡൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അൾട്ടിമേറ്റ് ഡ്രീം ആയിട്ടുള്ള JEE അഡ്വാൻസ്ഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. എന്നാൽ ജനുവരിയിൽ ആ ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യും, പിന്നെ ഏപ്രിലിന് വേണ്ടി വീണ്ടും ശ്രമിക്കേണ്ടി വരും. പിന്നെ അഡ്വാൻസ്ഡ് എക്സാമിലേക്ക് പോകാൻ കഴിയില്ല.
മെയിൻസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഏപ്രിൽ സെഷന് വേണ്ടി നോക്കേണ്ടി വരും. ഈ രണ്ട് സെഷൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജനുവരിയിലാണ് പലപ്പോഴും കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുക. കാരണം ഏപ്രിൽ ആകുമ്പോഴത്തേക്കും കൂടുതൽ കുട്ടികൾ എക്സാം എഴുതും, അതുപോലെ തന്നെ എല്ലാവരും കുറച്ചുകൂടെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഓവറോൾ നമുക്ക് മുകളിലേക്ക് എത്താൻ വീണ്ടും ബുദ്ധിമുട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള 5 മാസം നിങ്ങൾ 99% എന്ന് പറയുന്ന ആ ഒരു മാജിക് നമ്പറിലേക്ക് നിങ്ങളുടെ റിസൾട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കണം. അതിൽ തന്നെ ആക്ച്വലി നിങ്ങളൊരു പകുതിയാക്കി നിങ്ങളുടെ ടൈം ഡിവൈഡ് ചെയ്യണം. അതിലെ പകുതി സമയം മാത്രമേ നിങ്ങൾ തിയറി ക്ലാസ്സുകൾ കാണാനും അതുപോലെ തന്നെ തിയറി പഠിച്ചെടുക്കാനും 1 ഷോട്ട് വീഡിയോസ് കാണാനൊക്കെ ആ ഒരു ഹാഫ് ദ ടൈം മാത്രമേ ചിലവഴിക്കാൻ മാക്സിമം പാടുള്ളൂ. ബാക്കി സമയം മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം? സെൽഫ് സ്റ്റഡി, നിങ്ങളും ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. എക്സാംസ് അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, ചെറിയ എക്സാംസ് എഴുതിക്കൊണ്ടേയിരിക്കാം. ആൻഡ് ആക്ച്വൽ എക്സാമിനോട് അടുക്കുമ്പോൾ നിങ്ങൾ മോക്ക് എക്സാമിനേഷൻസ് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കാം. ഇങ്ങനെ ഒരു 50-50 നിങ്ങളുടെ ടൈം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. അതല്ലാതെ ഞാൻ +1 ഇനി മറന്നുപോയ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് എല്ലാം വീണ്ടും കണ്ട് +2 പാഠങ്ങളുടെ മുഴുവൻ വീഡിയോയും ഇരുന്ന് കണ്ടതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുള്ളൂ. എല്ലാം പഠിച്ചതിന് ശേഷം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുള്ളൂ. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത് എന്നൊരാൾ ഇനി തീരുമാനിക്കുകയാണെങ്കിൽ അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല. ആകെ 5 മാസമേ ഉള്ളൂ. അപ്പോൾ ഒരു JEE എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു 99% അച്ചീവ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സക്സസിനെ സംബന്ധിച്ചിടത്തോളം 5 മാസം വളരെ ചെറിയ സമയമാണ്. ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ നമുക്കറിയാം. 10th കഴിഞ്ഞ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് 2 ഫുൾ ഇയേഴ്സ് 24 മാസമാണ് കിട്ടുന്നത്. 24 മാസം കിട്ടി മര്യാദക്ക് പഠിക്കുന്ന കുട്ടികളോടാണ് നമ്മൾ ഇനി ഒരു 5 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്ത് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലുണ്ടാകണം. ഓക്കെ, അപ്പോൾ ഈ ഒരു മാജിക് നമ്പർ അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്ന 99% എന്ന് പറയുന്ന ആ ഒരു നമ്പറിലേക്ക് എങ്ങനെ എത്താം, എന്താണ് ആ നമ്പറിന്റെ ഉദ്ദേശം എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇനി 2025 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ള ഒരു ടെസ്റ്റ് പ്ലാറ്റ്ഫോം ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ പ്ലാനുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ അറിയിക്കും. ആൻഡ് JEE പ്രിപ്പറേഷനിൽ 2025 6 ആസ്പിറൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അഡ്വൈസുകൾ, നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് വീഡിയോസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയുടെ കമൻ്റ് ആയിട്ട് ഇടുക. തീർച്ചയായിട്ടും അത് ഓരോന്നും ചെക്ക് ചെയ്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ വീണ്ടും നമ്മുടെ ചാനലിൽ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും.